ഹലോ എവറി വൺ, വെൽക്കം ടു എക്സാം ബൈ ലേണിംഗ്. മക്കളെ, നമ്മളെ NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്ത് ചാമ്പ്യൻഷിപ്പ് നവംബർ 1 നടക്കുന്നുണ്ടാവുക. നിങ്ങളൊക്കെ അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാകും. തീർച്ചയായിട്ടും ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള നമ്മുടെ കെമിസ്ട്രി ഭാഗത്തു നിന്നുള്ള കുറച്ച് കോച്ചിങ് ക്ലാസ്സസ് ആണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, ആ ഒരു എക്സാം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂൾ എക്സാമുകൾക്ക്, എസ്പെഷ്യലി ഇപ്പോൾ സ്റ്റേറ്റ് സിലബസുകാരാണെങ്കിൽ അവർക്ക് സ്കൂളിൽ ഓണം എക്സാമിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുണ്ടാകും. അതല്ല CBSE ആണെങ്കിൽ അവർക്ക് ടേം എക്സാമുകളൊക്കെ നടക്കുന്നുണ്ടാകും. അപ്പോൾ ഈ എല്ലാ എക്സാമുകൾക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലാണ് നമുക്ക് ഈ പറഞ്ഞ NSMC എക്സാമിനെ നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഈ ഒരു കോച്ചിങ്ങിൻ്റെ സമയത്ത് എന്ത് ചെയ്യണം, കൃത്യമായിട്ട് കാര്യങ്ങൾ കൺസെപ്റ്റുകൾ ക്ലിയർ ആയവർക്ക് മാത്രമാണ് എന്ത് ചെയ്യുക, ഒരു കോമ്പറ്റീഷൻ എക്സാമിൽ വിൻ ചെയ്യാൻ കഴിയുക. ഓക്കെ, സ്കൂൾ എക്സാമുകൾ പലപ്പോഴും ഒരു മെമ്മറി ടെസ്റ്റായി മാറുമ്പോൾ കോമ്പറ്റീഷൻ എക്സാമിന് നമുക്കറിയാം, നമ്മൾ ഇതിലേക്കും കാണാത്ത അല്ലെങ്കിൽ നമുക്ക് പരിചയമില്ലാത്ത ക്വസ്റ്റ്യനുകളായിരിക്കും. പക്ഷേ അത് ഔട്ട് ഓഫ് സിലബസ് ആകൂല, നേരെ മറിച്ച് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ കണക്ട് ചെയ്തുകൊണ്ട് ആ കൺസെപ്റ്റ് കറക്റ്റായിട്ട് അറിയുന്ന ഒരു കുട്ടിക്കായിരിക്കും അതിൻ്റെ ABCDയിൽ ഓപ്ഷൻ ഏതാണ് കറക്റ്റ് എന്ന് മാർക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടാവുക. അപ്പോൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ കാര്യങ്ങൾ പഠിച്ചു തുടങ്ങുക. തീർച്ചയായിട്ടും അതിന് നമുക്കറിയാം ഒരുപാട് ക്ലാസ്സുകൾ ഓൾറെഡി നമ്മുടെ ഈ ചാനൽ തന്നെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ ഉപകാരപ്പെടുത്താം. അപ്പം ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ പൊതുവെ കുട്ടികൾക്ക് അത്യാവശ്യം നല്ല ടഫ് തോന്നുന്ന ഒരു ഏരിയയാണ് ഈ പറഞ്ഞ മോൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ എന്ത് ചെയ്യണം, അതൊക്കെ നമുക്ക് അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രൂപത്തിൽ തന്നെ കുറച്ച് ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട ഫസ്റ്റ് ചില പോയിന്റുകൾ, ഞാനിതൊന്ന് ഫുള്ളി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, ഇത് റീഡ് ചെയ്യാം. ബോയിൽസ് ലോ ഉണ്ടായിരുന്നു, വോള്യവും പ്രഷറും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് എന്ന് പറയുന്നതാണ് ബോയിൽസ് ലോ. ചാൾസ് ലോ ഉണ്ട്, വോള്യവും കെൽവിൻ ടെമ്പറേച്ചറും തമ്മിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണലാണെന്ന് പറയുന്നതാണ് ചാൾസ് ലോ. ഗെയ്-ലുസാക്ക് ലോ ഉണ്ട്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രഷർ exerted by a gas on the wall of its container and the absolute temperature. പ്രഷറും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ പറയുന്നതാണ് ഗെയ്-ലുസാക്ക് ലോ. അവോഗാഡ്രോസ് ലോ ഉണ്ടായിരുന്നു, വോള്യവും നമ്പർ ഓഫ് പാർട്ടിക്കിളും തമ്മിലുള്ള റിലേഷനാണ്. പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഐഡിയൽ ഗ്യാസ് ലോ. ഒന്നുകിൽ നമുക്ക് PV = nRT എന്ന് പറയാം, അല്ലെങ്കിൽ P1V1 by T1 = P2V2 by T2. അപ്പൊ ഇതിലെ V എന്ന് പറയുന്നത് എന്താണ്, വോള്യം ആണ് അല്ലെ. P എന്ന് പറയുന്നത് പ്രഷർ ആണ്, T എന്ന് പറയുന്നത് ടെമ്പറേച്ചർ ആണ്. ഓക്കെ, N-ഉം R-ഉം എന്താണ്, N നമ്പർ ഓഫ് മോൾ ആണ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ആണ്. 8.314 ആണ് R-ന്റെ വാല്യൂ ആയിട്ട് ഉണ്ടാവുക. ഇറ്റ്സ് എ കോൺസ്റ്റന്റ്. അപ്പോൾ ഈ രൂപത്തിൽ ഒരുപാട് ലോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഗ്യാസുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഗ്യാസ് ലോസുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇനി നമ്മൾ മോൾ കൺസെപ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ നമുക്കറിയാം, 1 മോൾ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൽ 6.022 × 10⁻23 6.022 × 10⁻23 അഥവാ അവോഗാഡ്രോ നമ്പർ പാർട്ടിക്കിൾസ്, മേ ബി മോളിക്യൂൾസ് ഓർ ആറ്റംസ്, ഏതുമാകാം, അത്രയും പാർട്ടിക്കിൾസ് മോളിക്യൂൾസോ ആറ്റംസോ ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റൻസിന്റെ എമൗണ്ടിനെ, ആ കെമിക്കൽസിന്റെ എമൗണ്ടിനെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് 1 മോൾ എന്ന് പറയുന്നത്. MOLE ആണ് മോള്. നമ്മൾ ഷോർട്ടായിട്ട് എന്ത് ചെയ്യും, MOL എന്ന് വേണമെങ്കിൽ എഴുതാൻ പറ്റും. അപ്പൊ നമുക്ക് ഒരു മോളിന്റെ എമൗണ്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് ബാക്കി ആ സബ്സ്റ്റൻസിനെ കുറിച്ചുള്ള ബാക്കി ഡാറ്റ പറയാൻ പറ്റണം. ഓക്കെ, ഇപ്പൊ നമുക്ക് ഇവിടെ മോള് കിട്ടിയെന്ന് വിചാരിച്ചോ, മോള് കിട്ടിക്കഴിഞ്ഞാൽ അത് വെച്ചുകൊണ്ട് നമുക്ക് വോള്യം പറയാൻ പറ്റണം, അത് വെച്ചുകൊണ്ട് അതിൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് പറയാൻ പറ്റണം, അത് വെച്ചുകൊണ്ട് എത്ര മാസ് ഉണ്ടെന്ന് പറയാൻ പറ്റണം. ഓക്കെ, മോള് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ പാർട്ടിക്കിൾസിലേക്ക് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര മോളാണോ ഇൻറ്റു അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അതായിരുന്നു അതിലെ കൺസെപ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, 1 മോൾ എന്ന് പറഞ്ഞാൽ 1 × അവോഗാഡ്രോ, 2 മോൾ എന്ന് പറഞ്ഞാൽ 2 × അവോഗാഡ്രോ ആയിരിക്കും വരിക. ഇനി പാർട്ടിക്കിൾസിനെ മോളിലേക്ക് നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ, നമുക്ക് തന്നിട്ടുള്ള പാർട്ടിക്കിൾസ്, ഗിവൺ പാർട്ടിക്കിൾ ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് മോളിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമ്മൾ എന്ത് ചെയ്യണം, ഈ പറഞ്ഞ നമ്പർ ഓഫ് മോളിനെ, അതാണ് N, ഇൻറ്റു
മോളാർ മാസ് അഥവാ ഒരു മോളിന്റെ മാസ് അല്ലെങ്കിൽ മോളിക്യുലാർ മാസ് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 1 മോൾ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു മോളിക്യുലാർ മാസ്. അമോണിയയുടെ മോളിക്യുലാർ മാസ് എത്രയാണ്? 17 ആണ്. 1 നൈട്രജൻ 14ഉം 3 ഹൈഡ്രജൻ 3യും 14 + 3 17 കിട്ടുന്നുണ്ടാകും. ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മോളാർ മാസ് അല്ലെങ്കിൽ മോളിക്യുലാർ മാസ് 44 ആണ്. വാട്ടറിൻ്റെത് 18 ആണ്. മീഥെയിൻ CH4ൻ്റെത് 16 ആണ്. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള മോളിക്യുലാർ മാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ. ഇനി നേരെ ഓപ്പോസിറ്റ് ആണെങ്കിലോ കിട്ടിയ മാസിനെ ഈ പറഞ്ഞ മോളാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ. ദെൻ അതേപോലെ തന്നെയാണ് മാസിനെ നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിലോ മാസിനെ പാർട്ടിക്കിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് അത് നമുക്ക് മോള് കിട്ടും അഥവാ n കിട്ടും ഇൻറ്റു അവോഗാഡ്രോ ചെയ്താൽ മതി. പാർട്ടിക്കിൾസിനെ മോളിലേക്ക് മാസിലേക്ക് കൺവേർട്ട് ചെയ്യാനോ പാർട്ടിക്കിൾസ് ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ അപ്പൊ നമുക്ക് എത്രയാണ് മോൾ എന്ന് കിട്ടും. മോളിനെ മോളിക്കുലാർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മാസും കിട്ടും. അപ്പൊ ഇത്രയും ഇക്വേഷൻസ് അവിടെ ഉണ്ട്. ഇതെല്ലാം എന്താണ്? ഒന്ന് പറയുന്നു അതിന്റെ ഓപ്പോസിറ്റ് ആണ് മറ്റേത് ഉണ്ടാവുക. ഒരു 3 ഇക്വേഷനെ ആക്ച്വലി നമ്മൾ പഠിച്ചിട്ടുള്ളൂ എന്നർത്ഥം. റെഡി? അപ്പോൾ ഈ പറഞ്ഞ രൂപത്തിൽ ഡാറ്റാസ് എന്ത് ചെയ്യണം? പറയാൻ പറ്റണം. അവിടെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാൻ കഴിയുന്നുണ്ടാവുക. അപ്പൊ ക്വസ്റ്റ്യൻസ് ചെയ്യാം. ഇത്രയും പ്രിലിമിനറി ആയിട്ട് നമ്മൾ പറഞ്ഞത് എന്തിനാണ്? ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യനുകൾ നമുക്ക് പറയാൻ കിട്ടണം. ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് നമ്മൾ ചെയ്തു നോക്കുക. പെന്നും പേപ്പറും ഇല്ലാതെ ഈ ചാപ്റ്റർ പഠിക്കുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. കാരണം ബൈഹാർട്ട് ചെയ്യാൻ ഒരിക്കലും കഴിയൂല. മനസ്സിലാക്കി തന്നെ പഠിക്കണം. ഓക്കെ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ പ്രോബ്ലത്തിലേക്ക് പോയി നോക്കാം. എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ, പ്രോബ്ലം ചെയ്ത് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ദ നമ്പർ ഓഫ് മോളിക്യൂൾ ഓഫ് എ ഗ്യാസ് എ, ഒരു മോളിക്യൂള് ഗ്യാസ് എന്ത് ചെയ്തു? എ എന്നാണ് ഉള്ളത്. എ. ദ വോള്യൂം ഓഫ് ദ ഗ്യാസ് വിൽ ബിക്കം ബി എങ്കിൽ ബൈ അസ്യൂമിങ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ റിമൈൻ കോൺസ്റ്റന്റ്. ഇവിടെ നമുക്ക് ഏത് ലോ ആണെന്ന് ഓർമ്മ വരണം. ഓക്കെ. വോള്യവും നമ്പർ ഓഫ് മോളിക്യൂളും. ഇത് ഏത് ലോ ആയിരുന്നു? നമ്മൾ നേരത്തെ പഠിച്ച അവോഗാഡ്രോസ് ലോ. നേരത്തെ ഇവിടെ 3 ലോസ് പഠിച്ചില്ലേ? അതിൽ ഈ പറഞ്ഞ അവോഗാഡ്രോസ് ലോനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. ഇവർ തമ്മിൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ഒരാൾ ഇൻക്രീസ് ചെയ്താൽ മറ്റാൾ ഇൻക്രീസ് ചെയ്യും അല്ലെ? അപ്പൊ എന്ത് ചെയ്തു? നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിളായി, നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഡബിളായി, വോള്യൂം എന്താവും മക്കളെ? ഡബിൾ ആകും. ഓപ്ഷൻ ഡി ആണ് എന്ത് ചെയ്യുക? ആൻസർ ആയിട്ട് വരിക. കിട്ടുമല്ലോ? ഓക്കെ. ബാക്കിയുള്ളൊന്നും എന്തല്ല ഈ പറഞ്ഞ രൂപത്തിൽ അതിന് ആൻസർ ആയിട്ട് വരൂല. അപ്പൊ അവോഗാഡ്രോ അറിയണം. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ രണ്ടുപേരും കോൺസ്റ്റന്റ് ആണ് എങ്കിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് directly proportional to number of molecule or number of particle. A car tire is filled with air at 2 atm pressure, okay, and 27 degrees Celsius. After driving, the temperature inside tire rises to 47 degree. അപ്പോൾ പ്രഷർ തന്നിട്ടുണ്ട്. ഈ മോൾ കൺസെപ്റ്റും ഗ്യാസ് ലോസ് ഒക്കെ പഠിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം എന്നറിയോ? എന്താണ് ഗിവൺ ഡാറ്റ എന്നുള്ളത് കറക്റ്റ് നമ്മൾ എഴുതിയെടുക്കണം. എന്നിട്ട് അത് വെച്ചുകൊണ്ട് എന്താണ് കണ്ടുപിടിക്കേണ്ടത് എന്ന് എന്ത് ചെയ്യണം? ആലോചിക്കണം. റെഡി? അപ്പൊ നോക്കിക്കേ, ഇവിടെ എന്തിട്ടുണ്ട്? പ്രഷർ തന്നു, ടെമ്പറേച്ചർ തന്നു. ഇനിയോ അഗെയിൻ ടെമ്പറേച്ചർ ചേഞ്ച് ആയിട്ട് തന്നു അഥവാ ഫൈനൽ ടെമ്പറേച്ചർ തന്നു. അസ്യൂമിങ് ദ വോളിയം ഓഫ് ദ ടയർ റിമൈനിങ് കോൺസ്റ്റന്റ്, വാട്ട് ഈസ് ദ ന്യൂ പ്രഷർ ഇൻസൈഡ് ദ ടയർ? എങ്കിൽ ഈ ന്യൂ പ്രഷർ എത്രയായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. So according to Gay-Lussac law, what is the equation? ഇതായിരിക്കും മക്കളെ ഇക്വേഷൻ വരിക. P1 by T1 is equal to P2 by T2. അപ്പൊ ഇവിടെ P1 ഫസ്റ്റ് പ്രഷർ എത്രയാണ് കൊടുത്തുള്ളത്? ഈ പറഞ്ഞ പ്രഷർ എത്രയാണ്? 2 atm എന്നാണ് വരുന്നത്. 2 atm. ഇനി T1 ഫസ്റ്റ് ടെമ്പറേച്ചർ ആണ്, അത് 27 ഡിഗ്രി ആണ്. മക്കളെ നമുക്കറിയാം എപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള ഇക്വേഷൻസ് എഴുതുമ്പോൾ അത് കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഡിഗ്രി സെൽഷ്യസ് പോരാ, കെൽവിനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എന്തായിരിക്കും ആൻസർ വരിക? 27 എന്ന് പറയില്ല. എങ്ങനെയാ കെൽവിനിലേക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യുക? 273 ആഡ് ചെയ്യുക. ഓക്കെ. അപ്പൊ എത്ര കിട്ടും? ഇതിന്റെ വാല്യൂ 300 എന്നായിരിക്കും ആൻസർ കിട്ടുക. സോ 2/300 എന്ന് കിട്ടും. ദെൻ അഗെയിൻ അതിന്റെ പ്രഷർ എത്ര അല്ലെ എങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫൈനൽ പ്രഷർ എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ P2 നമ്മൾ ഫൈൻഡ് ചെയ്യണം. എന്നാൽ T2 ഓൾറെഡി തന്നിട്ടുണ്ട്, 47 ആണ്. 47 + 273 എത്ര കിട്ടും? ഈ പറഞ്ഞ രൂപത്തിൽ 320 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ 320.
സോ നമുക്ക് P2ന്റെ വാല്യൂ കാണാലോ. P2 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ഈ 320 ഇങ്ങോട്ട് കൊണ്ടുപോടാ 320/300 അതായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞ രൂപത്തിൽ 320യും 300ഉം കൂടി വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാം. അപ്പൊ 1 അല്ലെ 300ഉം 300ഉം തമ്മിൽ 1.06 ആയിരിക്കും വരുന്നുണ്ടാവുക. കാരണം ജസ്റ്റ് 1ന് ജസ്റ്റ് എബോ എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ തന്നെ കിട്ടും. ഫുള്ള് ചെയ്ത് നോക്കണോ? വേണ്ട, ഒന്ന് 320 ആണ്, ഒന്ന് 300 ആണ്. ഇപ്പൊ 1 ജസ്റ്റ് എബോ. സോ 2 ഇൻറ്റു 1 സംതിങ് 2 ഇൻറ്റു 1 സംതിങ് എത്ര കിട്ടും വാല്യൂ? ഇത് വരുമോ? ഇത് വരൂല അല്ലെ. രണ്ടാമത്തെ വരുമോ? ഇല്ല. 2 കറക്റ്റ് ആണോ? അതുമല്ല. 3.55 ഉണ്ടോ? അത്രയും ഇല്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ? 2.13. കണ്ടോ, നമ്മൾ ഫുള്ളായിട്ട് ചിലപ്പോൾ ചെയ്ത് നോക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ 2 ഇൻറ്റു 1.06 എത്ര കിട്ടി? ഏകദേശം 2.13 എന്നുള്ള ആൻസർ കിട്ടിയിട്ടുണ്ടാകും. റെഡി? ആ രൂപത്തിൽ നമുക്ക് കുറച്ച് ലോജിക്ക് എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ചിലപ്പോൾ ചില ഓപ്ഷനുകൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? റിമൂവ് ചെയ്താൽ തന്നെ നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. ഇവിടെ എങ്ങനെ കിട്ടി എന്നുള്ളതല്ല, ആ കറക്റ്റ് ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ കഴിഞ്ഞോ ഇല്ലേ എന്നുള്ളത് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു കോമ്പറ്റീഷൻ എക്സാം നോക്കുന്നുള്ളൂ. ഇനി മക്കളെ നമുക്കൊരു പുതിയ പ്രോബ്ലം ചെയ്തു നോക്കാം. ഈ പ്രോബ്ലം കണ്ടാൽ തന്നെ മനസ്സിലാക്കാം ഇത് മോൾ കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് കണ്ടെയ്ൻ മാക്സിമം നമ്പർ ഓഫ് മോളിക്യൂൾ എന്നാണ്. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾ ഉള്ളത് ഏത് സബ്സ്റ്റൻസിലാണ്? 1 gram കാർബൺ ഡൈ ഓക്സൈഡ്, 1 gram നൈട്രജൻ, 1 gram ഹൈഡ്രജൻ, 1 gram CH4. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ നേരത്തെ പഠിച്ച ഇക്വേഷൻസ് ഓർമ്മ വരണം അല്ലെ. നമുക്ക് മാസ് ആണ് തന്നത്. എപ്പോഴും ഞാൻ പറഞ്ഞതാണ്, എപ്പോഴും ഗിവൺ ഡാറ്റ എന്താ നോക്കുക, അത് മാസ് ആണ്. മാസിനെ നമ്മൾ മോൾ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് ചെയ്താൽ മതി. ഓക്കെ, പക്ഷെ ക്വസ്റ്റ്യൻ മോൾ എത്രയെന്നല്ല, മോളിക്യൂൾ എത്ര എന്നുള്ളതാണ്. അപ്പൊ മോളിനെ മോളിക്യൂൾ ആക്കി മാറ്റാനോ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. മോളിനെ മോളിക്യൂൾ ആക്കി മാറ്റാൻ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞിട്ടുള്ള അല്ലെ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ പറഞ്ഞ ഈ എത്ര തന്നിട്ടുള്ളത് 1 gram കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഗിവൺ മാസ് എത്രയാണ്? 1. കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാസ് 44. അപ്പൊ നമുക്ക് മോള് കിട്ടി. മോളിനെ മോളിക്യൂൾ ആക്കാൻ ഇൻറ്റു NA. റെഡി? ഇനി രണ്ടാമത്തെ കേസ് ആണെങ്കിലോ 1/N2 ആണെങ്കിലോ നൈട്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് മാസ് 14 ആണ്. മോളിക്കുലർ മാസ് എത്ര വരും? 28 വരും. അപ്പൊ മോള് കിട്ടി, മോളിക്യൂൾ ആക്കാൻ ഇൻറ്റു NA. ഇനി തേർഡ് കേസ് ആണെങ്കിൽ 1/H2 ആണെങ്കിൽ ഹൈഡ്രജൻ ആറ്റം 1 ആണ്, മോളിക്യൂൾ ആയതുകൊണ്ട് 2 ഇൻറ്റു NA. ഇനി 1/CH4 അല്ലെ. 1/CH4 എത്ര? നേരത്തെ ഓൾറെഡി പറഞ്ഞു 16 ആയിരുന്നു, ഇൻറ്റു NA. അപ്പൊ ഇവിടെ എല്ലായിടത്തും എന്തുണ്ട്? ഈ പറഞ്ഞ NA കോമൺ ആണ് അല്ലെ. NA കോമൺ ആണ്. അയാൾ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എന്തേ? അത് വാല്യൂവിൽ അല്ലെ പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാക്കൂല. എന്നാൽ നമ്പേഴ്സ് ഫൈനൽ ആൻസർ നോക്കുകയാണെങ്കിലോ നോക്കിക്കാൻ നിങ്ങൾ എങ്ങനെ വന്നത്? ഈ പറഞ്ഞ 1/44 അത് ചെയ്യുമ്പോൾ വെരി സ്മോൾ നമ്പർ ആയിരിക്കും കിട്ടുക. 1നെ 44 ഡിവൈഡ് ചെയ്യല്ലേ. 1/28 നേരത്തെ അത്ര ഇല്ല, എന്നാലും സ്മോൾ ആണ്. 1/2 ആൻസർ എത്ര വരിക? ഹാഫ് മോൾ കിട്ടുക. 1/16 അതിനേക്കാളും അല്ലെ കുറച്ചും കൂടി ലോ വാല്യൂ ആയിരിക്കും. അപ്പൊ ഹാഫ് ഇൻറ്റു അവോഗാഡ്രോ എന്ന് വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി മാത്രമാണ്. അതാണ് ബിഗ്ഗസ്റ്റ് വാല്യൂ. അതിലായിരിക്കും ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവുക. കിട്ടുമല്ലോ? അപ്പോൾ കുറച്ച് ബുദ്ധി ഉപയോഗിക്കണം. ഫുൾ ആൻസർ 1/44ന്റെ ഫുൾ ആൻസർ കാണലല്ല, 1/28ന്റെ ഫുൾ ആൻസർ കാണല. അവിടെ നമ്മൾ മാത്സ് അറിയണം. അപ്പോഴാണ് എന്ത് ചെയ്യുക? ഈ പറഞ്ഞ രൂപത്തിൽ നമുക്ക് കിട്ടുക. നമ്മളെ ഫൗണ്ടേഷൻ കോഴ്സിലൊക്കെ ചെയ്യുന്ന കുട്ടികൾക്ക് ഉണ്ടല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾറെഡി ലെവൽ 1, ലെവൽ 2, ലെവൽ 3 പോലെയുള്ള ക്വസ്റ്റ്യൻസ് അടക്കം ലെവൽ 3 ഇങ്ങനത്തെ ടഫുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ത് ചെയ്യും? അവർ ഫൗണ്ടേഷൻ കോഴ്സിലൂടെ എന്ത് ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ അത് പ്രാക്ടീസ് ഒരുപാട് ചെയ്യുന്ന കുട്ടിക്ക് ഈ പറഞ്ഞ എക്സാമുകൾക്കൊക്കെ എന്ത് ചെയ്യും? നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന്റെ കറക്റ്റ് ആൻസർ അവർക്ക് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് സൊല്യൂഷൻ ആയിട്ടുള്ളത് കേട്ടോ. യെസ്. ഇനി when 1 mole of hydrogen gas is completely burnt in oxygen, how many grams of water are produced? നേരത്തെ പറഞ്ഞ പോലെ ക്വസ്റ്റ്യൻ എന്താണ് തന്നത് നോക്കുക, എന്താണ് കിട്ടേണ്ടത് ആലോചിക്കുക അല്ലെ. 1 mole ഹൈഡ്രജൻ ഗ്യാസ്. അപ്പൊ H2 എന്ത് ചെയ്യാണ്? H2 നമുക്കറിയാം ബേൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുക. നമുക്കറിയാം വാട്ടർ ഉണ്ടാകും അല്ലെ. ഇനി അവിടെ 1 മോൾ ആണ്. അപ്പൊ H2 1 മോൾ എടുത്താൽ
H2O എത്ര ഉണ്ടാവും എന്നാണ്. അപ്പൊ ഇക്വേഷൻ നമ്മൾ ആദ്യം എന്താണ് അറിയോ, ബാലൻസ് ചെയ്യണം. ബാലൻസ് പറഞ്ഞാൽ റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും നമ്പർ ഓഫ് ആറ്റംസ് ഈക്വൽ ആവണം. എത്ര ആയിരിക്കും വരുന്നുണ്ടാവുക, 1H2 പ്രോഡക്റ്റിലും 1H2, റിയാക്ടന്റിൽ 1O2 അല്ലെ, 1O2 പ്രോഡക്റ്റിൽ 1 ഓക്സിജൻ ആറ്റം ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ 2 കൊടുക്കണം. അതോടുകൂടി 4 ഹൈഡ്രജൻ 2 ഓക്സിജൻ. ഇവിടെ 2 ഓക്സിജൻ ഓൾറെഡി ഉണ്ട്, ഇവിടെ 4 ഹൈഡ്രജൻ ആക്കാൻ നമ്മൾ എന്ത് ചെയ്യണം അല്ലെ, സ്വാഭാവികമായിട്ടും 4 അല്ല കൊടുക്കേണ്ടത്, സോറി 4 അല്ല 2 ആണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നുണ്ടാവുക അല്ലെ. 2 ആയിരിക്കും നമ്മൾ കൊടുക്കേണ്ടി വരിക. നമുക്ക് 2 എന്ന് എഴുതാം. ഓക്കെ, 2 യെസ്, 2H2 റെഡി. ഓക്കെ, സോ 2H2 റിയാക്ടിങ് വിത്ത് ഓക്സിജൻ ഗീവ്സ് 2H2O. ക്വസ്റ്റ്യൻ എന്താ, 1 മോൾ ഹൈഡ്രജൻ ആണെങ്കിലോ 2:2 ആണ് എന്ത് വരുന്നത്, ഈ പറഞ്ഞ ഹൈഡ്രജനും വാട്ടറും വരുന്നത് 2:2. അപ്പൊ നമ്മൾ 1 എടുക്കുകയാണെങ്കിലോ 1:1 എടുക്കേണ്ടി വരും അല്ലെ, 1:1. അപ്പൊ എത്ര ആയിരിക്കും ആൻസർ വരിക അല്ലെ, 1 മോൾ ഹൈഡ്രജൻ ആണ് നമുക്ക് അവിടെ ബേൺ ചെയ്യാൻ വേണ്ടി വരിക. 1 മോൾ ഹൈഡ്രജന്റെ അല്ലെ, 1 മോൾ ഹൈഡ്രജൻ റിയാക്ടിങ് വിത്ത് ഹാഫ് മോൾ ഓക്സിജൻ. അപ്പൊ 1 മോൾ ഹൈഡ്രജൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ 1 മോൾ വാട്ടർ ഉണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ ഇവിടുത്തെ റേഷ്യോ നോക്കിയാൽ മതി, ഹൈഡ്രജൻ 2 ആണ്, ഓക്സിജൻ 1 ആണ്, വാട്ടർ 2 ആണ്. അപ്പൊ ഹൈഡ്രജൻ എത്ര എടുക്കുന്നുവോ അത്രയും വാട്ടർ എടുക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്, നമുക്ക് ഇവിടെ 2ന്റെ ആവശ്യമില്ല അല്ലെ, 1 മതി. അപ്പൊ സ്വാഭാവികമായിട്ടും വാട്ടറും 1 മതി. അപ്പൊ 1 മോൾ ഹൈഡ്രജൻ ആണെങ്കിൽ 1 മോൾ H2 ആണെങ്കിൽ 1 മോൾ H2O മതി. ഓക്കെ, 1 മോൾ H2 പറഞ്ഞ എത്ര, 18 ഗ്രാം നമ്മൾ പഠിച്ചു. ഏതൊരു സബ്സ്റ്റൻസും 1 മോൾ ആണോ അതിന്റെ മോളിക്കുലാർ മാസിന് ഈക്വൽ ആയിരിക്കും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുക, ആൻസർ വരുന്നുണ്ടാവുക. 2 മോൾ ആണെങ്കിൽ ഡബിൾ വരും, 2 വാട്ടർ ഉണ്ടാവും. അപ്പൊ നമുക്ക് 36 എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷെ ഇവിടെ 1 മോൾ എന്ന് പ്രത്യേകം പറഞ്ഞത് കൊണ്ട് നമുക്ക് 18 കൊടുക്കാൻ പറ്റുന്നുണ്ടാവുള്ളൂ. What is the number of moles present in one hydrogen atom? ഒരു സിംഗിൾ ഹൈഡ്രജൻ ആറ്റത്തിൽ എത്ര മോൾ ഉണ്ട് എന്ന ക്വസ്റ്റ്യൻ. നമ്മൾ നേരത്തെ പറഞ്ഞു ഏത് ഇക്വേഷൻ, ആദ്യം പറഞ്ഞ ഇക്വേഷൻ, ഈ ഇക്വേഷൻ അല്ലെ. നമുക്ക് നമ്പർ ഓഫ് പാർട്ടിക്കിൾ കിട്ടിയാൽ മോൾ ആക്കാൻ എന്താ ചെയ്യാ, നമ്പർ ഓഫ് പാർട്ടിക്കിളിനെ അവോഗാഡ്രോ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് എത്രയാണ്, നമ്മളെ ക്വസ്റ്റ്യനിൽ കൊടുത്തത് എത്രയാണ് അല്ലെ, ഈ പറഞ്ഞ രൂപത്തിൽ 1 ഹൈഡ്രജൻ ആറ്റം ആണ്. അപ്പൊ 1 ഹൈഡ്രജൻ ആറ്റം ഡിവൈഡഡ് ബൈ അവോഗാഡ്രോ നമ്പർ അല്ലെ, 1 അവോഗാഡ്രോ അഥവാ 1/6.022 ഇൻറ്റു 10⁻23 മോൾ. ഇത്രയും എന്തായിരിക്കും, മോൾ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അത് ഹൈഡ്രജൻ ആണെങ്കിലും കാർബൺ ആണെങ്കിലും നൈട്രജൻ ആരും ആയിക്കോട്ടെ, ഈ പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിൾ 1 ആണോ, 1 അവോഗാഡ്രോ. മാസ് വരുമ്പോൾ മാത്രം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം മാസ് വരുമ്പോൾ ഡിവൈഡ് ബൈ മോളിക്കുലർ മാസ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ 2 ആയിരിക്കും മോളിക്കുലർ മാസ്, നൈട്രജൻ 28 ആയിരിക്കും, കാർബൺ ഡൈ ഓക്സൈഡ് 44 ആയിരിക്കും. ആ വാല്യൂ ആണ് എപ്പോഴും മാറുക കേട്ടോ. അപ്പൊ ഇതിന് കുഴപ്പമില്ല, നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്ര വന്നാലും കുഴപ്പമില്ല. മാസ് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടതെന്ന് അർത്ഥം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. 28 ഗ്രാം നൈട്രജൻ കണ്ടെയ്ൻസ്, 28 ഗ്രാം നൈട്രജൻ ആണുള്ളത്. അത് എന്തിന് ഈക്വൽ ആണ്, 2 ഇൻറ്റു അവോഗാഡ്രോ നൈട്രജൻ ആറ്റം, അവോഗാഡ്രോ നൈട്രജൻ ആറ്റം 0.5 ഇൻറ്റു അവോഗാഡ്രോ നൈട്രജൻ ആറ്റം ഓൺലി 28 ആറ്റം. ഏതായിരിക്കും ആൻസർ, 28 എന്ന് പറയോ, അങ്ങനെ പറയില്ല കേട്ടോ, അങ്ങനെ പറയല്ലേ അല്ലെ. നമുക്കത് തന്നത് നേരത്തെ പറയല്ലേ, ഗിവൺ ഡാറ്റ നോക്കുക, മാസ് ആണ് തന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്, മോളിക്കുലാർ മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഈ പറയുന്ന രൂപത്തിൽ നമ്പർ ഓഫ് മോൾസേ കിട്ടുള്ളൂ. ഓക്കെ, അതിനെ നമ്മൾ അവോഗാഡ്രോ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമ്പർ ഓഫ് മോളിക്യൂളെ കിട്ടുള്ളൂ. ഇവിടെ ക്വസ്റ്റ്യൻ ഒരിക്കലും മോളിക്യൂളിനെ കുറിച്ചല്ല, ആറ്റം ആണ്. ആറ്റം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, GAM ഗ്രാം അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അറ്റോമിക് മാസ് നൈട്രജന്റെ എത്രയാണ്, 14. അപ്പൊ 28/14 ചെയ്താൽ 2 മോൾ ആറ്റം എന്ന് കിട്ടും. 2 മോൾ ആറ്റം എന്ന് കിട്ടും. 2 മോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 2 ഇൻറ്റു അവോഗാഡ്രോ ആറ്റംസ്, 2 ഇൻറ്റു അവോഗാഡ്രോ ആറ്റംസ്. ഓപ്ഷൻ എ ആയിരിക്കും എന്ത് ചെയ്യുക, കറക്റ്റ് ആൻസർ വരുന്നുണ്ടാവുക. റെഡി. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ് പ്രസന്റ് ഇൻ 51 ഗ്രാം ഓഫ് അമോണിയ? 51 ഗ്രാമിൽ എത്ര ആറ്റം ഉണ്ട് എന്നാണ്. അമോണിയ ആറ്റം ആണോ, ആണോടാ, അല്ല മോളിക്യൂൾ ആണ്.
നമുക്ക് എന്താ അറിയോ, ഗിവൺ ഡാറ്റ നോക്കുക. എന്താ തന്നത്? 51 ഗ്രാം. ഇതിനെ നേരിട്ട് നമുക്ക് മോളിക്യൂൾ ആക്കണതിന് പകരം ആദ്യം മോളാക്കുക. നമ്മൾ അമോണിയയുടെ മോളിക്കുലർ മാസ് എത്രയാണ്? 17. NH3 അല്ലടാ അമോണിയ. നൈട്രജൻ 14ഉം ഹൈഡ്രജൻ 1ഉം. ദർ ആർ 3 ഹൈഡ്രജൻ, സോ ടോട്ടൽ 3, ടോട്ടൽ 17. ഓക്കെ, എത്ര കിട്ടും? 3 മോൾ എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മോൾ എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു അവോഗാഡ്രോ പാർട്ടിക്കിൾസ് ആണ്. സോ 3 മോൾ എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു അവോഗാഡ്രോ നൈട്രജൻ അമോണിയ മോളിക്യൂൾ ആണ്. NH3 മോളിക്യൂൾസ് അത്രയുണ്ട്. ക്വസ്റ്റ്യൻ മോളിക്യൂൾ അല്ല, ആറ്റമാണ് ചോദിച്ചത്. മോളിക്യൂളിനെ ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാൻ എടാ N2 എന്ന് പറയുന്നത് 1 മോളിക്യൂളാ. അതിൽ എത്ര ആറ്റം ഉണ്ട്? 2 ആറ്റം. H2O എന്ന് പറഞ്ഞാൽ ഒരു മോളിക്യൂളാണ്. അതിൽ എത്ര ആറ്റംസ് ഉണ്ട്? 2 ഹൈഡ്രജനും 1 ഓക്സിജനും, ടോട്ടൽ 3 ആറ്റം. ഓക്കെ, NH3 എന്ന് പറഞ്ഞാൽ എത്ര? ഒരു മോളിക്യൂളാ. അതിൽ എത്ര ആറ്റം ഉണ്ട്? 1 നൈട്രജനും 3 ഹൈഡ്രജനും, ടോട്ടൽ 4 ആറ്റം. ഈ നമ്പർ നമ്മൾ വിളിച്ച പേരാണ് അറ്റോമിസിറ്റി. അറ്റോമിസിറ്റി, നമ്പർ ഓഫ് ആറ്റംസ് ഇൻ എ സിംഗിൾ മോളിക്യൂൾ. അപ്പൊ NH3യുടെ അറ്റോമിസിറ്റി എത്ര? 4. നമുക്ക് മോളിക്യൂൾ അല്ല കിട്ടിയത്, അതിനെന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ അറ്റോമിസിറ്റി കൊണ്ട് അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ 3 ഇൻറ്റു അവോഗാഡ്രോ എന്ന് പറഞ്ഞാൽ എത്ര വരും? അല്ലെ, 4 ഇൻറ്റു 3 ഇൻറ്റു അവോഗാഡ്രോ. അപ്പോഴാണ് അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അത്രയും ആറ്റംസ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പൊ എത്ര കിട്ടി? 4 ഇൻറ്റു 3 12, 12 ഇൻറ്റു Na. അത്രയും ആറ്റംസ് ആയിരിക്കും 51 ഗ്രാം അമോണിയയിൽ ടോട്ടൽ ആയിട്ട് ഉണ്ടാവുക. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എന്താ പറയുക, എന്ത് ഡാറ്റ ഇട്ടിലും ആദ്യം മോളിക്കാക്കുക. മോളിന് പിന്നെ നമുക്കറിയാം മാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഈ പറഞ്ഞ മോളിക്കുലർ മാസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളിനെ നമ്മൾ നമ്പർ ഓഫ് പാർട്ടിക്കിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അവോഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മോളിനെ നമ്മൾ വോളിയത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 22.4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും? ആൻസറുകൾ എളുപ്പം നമുക്ക് കിട്ടും. ഓക്കെ, 1 മോൾ ഓഫ് മഗ്നീഷ്യം നൈട്രേറ്റ് ഓൺ റിയാക്ഷൻ വിത്ത് എക്സസ് ഓഫ് വാട്ടർ ഗീവ്സ്. മഗ്നീഷ്യം നൈട്രേറ്റിനെ എക്സസ് ഓഫ് വാട്ടറുമായിട്ട് ട്രീറ്റ് ചെയ്താൽ എന്ത് കിട്ടുമെന്നാണ്. 1 മോൾ അമോണിയ, 2 മോൾ അമോണിയ, 1 മോൾ നൈട്രിക് ആസിഡ്, 2 മോൾ നൈട്രിക് ആസിഡ്. അപ്പൊ ആദ്യം ഇക്വേഷൻ അറിയണം. അതിനാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻസിനെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഇതാണ് മഗ്നീഷ്യം നൈട്രൈഡ്. മഗ്നീഷ്യം നൈട്രൈഡ് ഇയാള് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്താ കിട്ടുക? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയയും കിട്ടും. ഇത് നമുക്ക് അറിയണം. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അമോണിയയും കിട്ടും. ഇനി നമ്മൾ അതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ എത്ര വരും? ഇവിടെ 6 വരും, ഇവിടെ 3 വരും, ഇവിടെ 2 വരും. എണ്ണിയൊക്കെ മതി അല്ലേ? എത്ര കിട്ടി? 3 മഗ്നീഷ്യം, 3 മഗ്നീഷ്യം, 2 നൈട്രജൻ, അവിടെ 2 നൈട്രജൻ, 12 ഹൈഡ്രജൻ ആൻഡ് 6 ഓക്സിജൻ. നോക്കിക്കേ, 3 ഇൻറ്റു ആദ്യം ഈ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ ഓൾറെഡി ഉണ്ട്. 2 ഹൈഡ്രജൻ 2 ഓക്സിജൻ, അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? 3 കൊണ്ട്. അപ്പൊ എത്ര കിട്ടി? 6 ഹൈഡ്രജൻ 4 ഓക്സിജൻ അവിടെ. ഇനി 2 ഇൻറ്റു 3 6 ഹൈഡ്രജൻ ഇവിടെ. ടോട്ടൽ എത്രയാടാ? 12 ഹൈഡ്രജൻ തന്നെയായി. ഓക്കെ, റെഡി? 3 കൊണ്ട് മൾട്ടിപ്ലൈ അല്ലേ? 3 ഇൻറ്റു 2 ഇവിടെ എത്ര വരും? 4 അല്ല 6 തന്നെ അല്ലേ? 6 ഓക്സിജൻ. 6 ഓക്സിജൻ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഇക്വേഷൻ എഴുതുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബാലൻസ്ഡ് ആക്കണം. ബാലൻസ്ഡിന് നമ്മൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ നമ്പർ ഓഫ് പാർട്ടിക്കിൾ എത്രയാണെന്നുള്ളത്, അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ലെഫ്റ്റിലും റൈറ്റിലും ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം. അപ്പൊ ഏതായാലും എത്രയാണ് അമോണിയ ഉണ്ടായത്? എത്രയാണ് അമോണിയ ഉണ്ടായത്? 1 മോൾ മഗ്നീഷ്യം നൈട്രൈഡ്. 1 മോൾ മഗ്നീഷ്യം നൈട്രൈഡ് ആണ് നമുക്ക് ചെയ്തത്. എത്ര വാട്ടർ ഗീവ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോറി, എക്സസ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ എത്ര പ്രോഡക്റ്റ് കിട്ടും? എത്ര കിട്ടിയത്? 2 മോൾസ് അമോണിയ അല്ലെ? ഇവിടെ എത്ര കിട്ടിയത് വാല്യൂ? 2 മോൾസ് അമോണിയ കിട്ടുമല്ലോ. ക്വസ്റ്റ്യൻ എന്താണ്? മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എത്ര കിട്ടും എന്നല്ല, എത്ര അമോണിയ കിട്ടുന്നതാണ് ക്വസ്റ്റ്യൻ. ആ രൂപത്തിൽ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുകയും ചെയ്തു. ഓക്കെ, ഇനി when 2 moles of N2 gas 9 moles of H2. അപ്പൊ നമുക്ക് ആദ്യം എഴുതി വെക്കാം. 2 mol N2, 2N2, 9 mol H2, 9H2. എന്താ കിട്ടിയത്? മിക്സ് ചെയ്തപ്പോൾ to form NH3 gas, then the reaction mixture will contain. എടാ നമുക്ക് അറിയുന്ന റിയാക്ഷൻ എന്താ? അറിയുന്ന റിയാക്ഷൻ N2 plus 3H2 gives 2NH3. ഇതെല്ലാവർക്കും അറിയാലോ.
അപ്പൊ 1 നൈട്രജനിന് 3 ഹൈഡ്രജൻ വേണം, എന്നാലേ 2 മോളിക്യൂൾ അമോണിയ ഉണ്ടാവുള്ളൂ. ഇവിടെ എത്ര ഉള്ളത്? നേരെ നോക്കിക്കേ, 2 നൈട്രജൻ. അപ്പൊ എത്ര വേണം? 6 ഹൈഡ്രജൻ മതി അല്ലെ? 2n2 എടുക്കുകയാണെങ്കിൽ 6 ഹൈഡ്രജൻ മതി. എന്നാലാണ് എന്ത് കിട്ടുക അല്ലെ? 1ന്റെ 3 ടൈംസ്, സോറി 1ന്റെ 2 ടൈംസ് അമോണിയ കിട്ടും, അഥവാ 4NH3 കിട്ടും. ഇതാണ് ശരിക്കും കിട്ടേണ്ടത്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തുണ്ട്? 4n, ഈ പറഞ്ഞ 9H2 ആണ് നമ്മുടെ കയ്യിലുള്ളത്. 9H2 നമ്മുടെ കയ്യിലുണ്ട്. പക്ഷെ 6 ഹൈഡ്രജനെ ആവശ്യമുള്ളൂ. സ്വാഭാവികമായിട്ടും എത്ര H2 അവിടെ ബാക്കിയാണ്? 3H2 അവിടെ ബാക്കിയായി കിടക്കുന്നുണ്ടാകും അല്ലെ? അപ്പൊ 4NH3, 4 മോൾസ് ഓഫ് അമോണിയ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആൻഡ് ആൾസോ 3 മോൾസ് ഹൈഡ്രജൻ എന്താണ് അവിടെ അൺറിയാക്റ്റഡ് ആയിട്ട്, നേരത്തെ പറഞ്ഞ ഹൈഡ്രജനിൽ ഓൾറെഡി എക്സസ് ആയിട്ടുള്ളത് കൊണ്ട് അൺറിയാക്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ടാവും. ക്വസ്റ്റ്യൻസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. ഓക്കെ, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് മാസ് ഓഫ് ഓക്സിജൻ വിൽ കണ്ടെയ്ൻ ദ സെയിം നമ്പർ ഓഫ് മോളിക്യൂൾസ് ആസ് 2.5 മോൾസ് ഓഫ് ക്ലോറിൻ? 2.5 മോൾ ക്ലോറിൻ, അത് എത്ര നമ്പർ ഉണ്ടോ അതിന് ഈക്വൽ ആയിട്ട് ഓക്സിജനും നമ്പർ ഉണ്ടെങ്കിൽ ആ ഓക്സിജന്റെ മാസ് എത്ര? എങ്ങനെ 2.5 മോൾ ക്ലോറിൻ ഉണ്ട്. 2.5 മോൾ എന്ന് പറഞ്ഞാൽ എത്ര? 2.5 ഇൻറ്റു അവോഗാഡ്രോ നമ്പർ ക്ലോറിൻ ഉണ്ട്. ഇതേ എണ്ണം ആര് വേണം? ഓക്സിജൻ മോളിക്യൂൾ എടുക്കണം. 2.5 ഇൻറ്റു അവോഗാഡ്രോ നമ്മൾ ഓക്സിജൻ എടുക്കണം എങ്കിൽ ഇയാളുടെ മാസ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. അയാളുടെ മാസ് എത്ര? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? 1 മോൾ ഓക്സിജന്റെ മാസ് എത്രയാടാ? 1 മോൾ ഓക്സിജൻ ആറ്റം 16 ആണ് മാസ്. അപ്പൊ O2 എന്ന് പറയുമ്പോഴോ 32 ഗ്രാം ആയിരിക്കും വരുന്നുണ്ടാവുക. 1 മോൾ O2 എന്ന് പറഞ്ഞാൽ 32. ഇവിടെ എത്രയാണ്? 2.5 മോൾ O2 ആണുള്ളത്. അപ്പൊ എന്ത് ചെയ്താൽ മതി? 2.5 ഇൻറ്റു 32. 2.5 ഇൻറ്റു 32. 2 ഇൻറ്റു 32 എത്ര? 64. പിന്നെ ഹാഫ് ഇൻറ്റു 32 എത്ര? 32ന്റെ ഹാഫ് എത്രടാ? 16 അല്ലെ? അപ്പൊ 64ഉം 16ഉം എത്ര വരും? 80 ഗ്രാം ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കി എത്ര ഈസി ആയിട്ട് നമ്മൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുന്നത്. ഓക്കെ, റെഡി? അപ്പൊ ദാ ഇതിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചോദിക്കാൻ പറ്റേണ്ടതുണ്ട്. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇതാ തരാം. നിങ്ങൾക്ക് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ, ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. ഓപ്ഷൻ ക്ലൂ ഒക്കെ തരാം. മീഥെയിൻ നമ്മൾ ബേൺ ചെയ്യാണ്. ബേൺ ചെയ്യാറ് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുന്നു എങ്കിൽ എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവും എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഏതൊരു ഓർഗാനിക് കോമ്പൗണ്ട്സും ബേൺ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും, വാട്ടറും കിട്ടും. അപ്പൊ ആദ്യ ഇക്വേഷൻ എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. എന്നിട്ട് 1 മോൾ ആണ്, വളരെ സിമ്പിൾ ആണ്, എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കിട്ടുക. അപ്പൊ എത്ര മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും നോക്കുക. ദെൻ മോളിനെ മാസിലേക്ക് കൺവേർട്ട് ചെയ്യുക. കാരണം ഓപ്ഷൻസ് ഫുള്ള് മാസിലാണുള്ളത്. ചെയ്ത് നോക്കുമല്ലോ. എന്നിട്ട് നിങ്ങൾ ആൻസർ എന്ത് ചെയ്യണം? വീഡിയോക്ക് താഴെ ഒന്ന് കമന്റ് ചെയ്യും. നോക്കട്ടെ എത്ര പേർക്ക് കറക്റ്റ് ആൻസർ കിട്ടുന്നു. നമ്മൾ ഇത്ര നേരം പഠിച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ ക്ലിയർ ആണെന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് അപ്ലിക്കേഷൻ ലെവലുള്ള മോൾ കൺസെപ്റ്റ് ആണ് ഇവിടെ വന്നത്. അതെന്ത് ചെയ്യുക? നമുക്കൊന്ന് ചെയ്ത് നമുക്ക് വീട്ടിൽ നിന്ന് ഉപയോഗിക്കാം. നമ്മുടെ വീട്ടിലെ LPG ഗ്യാസിൽ 10 കിലോഗ്രാം LPG ഗ്യാസ് ഉണ്ട്. അത് ബേൺ ചെയ്താൽ എത്ര ഗ്രാം അല്ലെങ്കിൽ എത്ര കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഒരു ദിവസം നമ്മുടെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു? കിച്ചണിൽ നിന്ന് പോകുന്നു എന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അപ്ലിക്കേഷൻ ലെവലിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. അപ്പൊ ഈ രൂപത്തിൽ ആൻസർ എന്ത് ചെയ്യുക? ഒന്ന് കണ്ടുപിടിക്കുക. വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. നല്ല രൂപത്തിൽ ഇത്തരത്തിലുള്ള ടഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയണം. ആ രൂപത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ എക്സാം ബൈ ലേണിംഗിന്റെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും ഫൗണ്ടേഷൻ കോഴ്സുകളൊക്കെ എന്ത് ചെയ്യുക? നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ മറ്റൊരു വീഡിയോ ആയിട്ടും കാണാം. താങ്ക്